പുറപ്പാടിൻ്റെ പുസ്തകം 17-ാം അധ്യായം ആരംഭിക്കുന്നത് പാറയിൽ നിന്ന് ജലം എന്ന തലക്കെട്ടോടുകൂടിയാണ്. മരുഭൂമിയിലൂടെയുള്ള ഇസ്രായേൽ ജനത്തിൻ്റെ യാത്രയിൽ, കാനാൻ ദേശം ലക്ഷ്യമാക്കിയുള്ള യാത്രയിൽ അവർക്ക് വല്ലാതെ ദാഹിക്കുന്ന സമയം അവർ മോശയോട് പരാതിപ്പെടുന്നുണ്ട്. കർത്താവിനെതിരെ പിറുപിറുക്കുന്നുണ്ട്. കർത്താവിൻ്റെ കൽപ്പന പ്രകാരം മോശ തൻ്റെ വടിയെടുത്ത് ദൈവം നിർദ്ദേശിച്ച പാറയിൽ അടിക്കുമ്പോൾ അവിടെ നിന്ന് അത്ഭുതകരമായി ജലം പുറപ്പെടുന്നുണ്ട്. ആ ജലം അവർക്ക് ദാഹശമനിയായി രൂപാന്തരപ്പെടും. പുറപ്പാടിൻ്റെ അനേകം സംഭവങ്ങളിൽ ഈ പാറയിൽ നിന്ന് ജലം വരുന്ന ഈ അത്ഭുതം അത് നിസ്സാരമായ ഒരു അത്ഭുതമല്ല. പാറയിൽ നിന്ന് ജലം വരുന്ന ഈ സംഭവം നിസ്സാരമായ സംഭവമല്ല എന്ന് പറയാൻ കാരണം, പഴയ നിയമ ഗ്രന്ഥങ്ങളിൽ പ്രത്യേകിച്ച് സങ്കീർത്തനത്തിൽ തന്നെ 3 പ്രാവശ്യത്തോളം ഈ സംഭവത്തെപ്പറ്റി തുടർന്നുള്ള പരാമർശങ്ങളുണ്ട്. 78-ാം സങ്കീർത്തനം, 105-ാം സങ്കീർത്തനം, 114-ാം സങ്കീർത്തനം എന്നിവിടങ്ങളിലെല്ലാം ഈ പാറയിൽ നിന്ന് ജലം വരുന്ന ഈ അത്ഭുതത്തെ പറ്റിയുള്ള വ്യാഖ്യാനങ്ങൾ കാണാൻ സാധിക്കും. അപ്പോൾ ഈ സംഭവത്തിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. ആ പാറ എന്തിനെയോ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ആ പാറയുടെ വ്യാഖ്യാനം? ഇതിനെപ്പറ്റി ആദ്യമായ ഒരു വിശദീകരണം നൽകുന്നത് പൗലോസ്ലീഹ തന്നെയാണ്. കൊരിന്തോസ്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം 4-ാം വചനത്തിൽ പൗലോസ്ലീഹ ഇങ്ങനെ പഠിപ്പിച്ചു: അവരെല്ലാവരും ഒരേ ആത്മീയ ശിലയിൽ നിന്ന് പാനീയം കുടിച്ചു. തങ്ങളെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നാണ് അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവാണ്. തങ്ങളെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നാണ് അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവാണ്. പാറ ഒരു ജനത്തെ അനുഗമിക്കുക എന്നുള്ളത് അത് അസാധ്യമായ കാര്യമാണ്. പക്ഷെ പൗലോസ്ലീഹ പറയുന്നു, ആ പാറ അവരെ അനുഗമിച്ചു. ആ പാറയിൽ നിന്നാണ് അവർ അന്ന് ജലം പാനം ചെയ്തത്. ആ പാറ അത് ക്രിസ്തുവാണ്. സഭാപിതാക്കന്മാരുടെ ഗ്രന്ഥങ്ങളിലും അവരുടെ വ്യാഖ്യാനങ്ങളിലും ഈ പാറ ക്രിസ്തു തന്നെയാണെന്ന് തുടർന്നുള്ള വ്യാഖ്യാനങ്ങൾ സഭയുടെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. വിശുദ്ധ അഗസ്തീനോസ് ഇങ്ങനെ പറയുന്നുണ്ട്: ആ പാറ ക്രിസ്തുവിൻ്റെ പ്രതിരൂപമാണ്. പഴയ നിയമത്തിൽ മറഞ്ഞിരിക്കുന്ന ക്രിസ്തുവിൻ്റെ നിഴലാണ് ആ പാറ. പാറയിൽ മോശ വടികൊണ്ട് അടിച്ചപ്പോൾ അവിടെ നിന്ന് ജലം പുറപ്പെട്ടു. അതവർക്ക് ദാഹജലമായിട്ട് മാറിയതുപോലെ കാൽവരി മലയിൽ വെച്ച് കർത്താവിൻ്റെ പാർശ്വത്തിൽ ഒരു പടയാളി കുന്തം കൊണ്ട് കുത്തിയപ്പോൾ അവിടെ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. ലോകത്തിന് ജീവൻ നൽകുന്ന രക്തവും വെള്ളവും പുറപ്പെട്ടത് അത് പാറയിൽ മോശ അടിച്ചതുപോലെയാണെന്ന് വിശുദ്ധ അഗസ്തീനോസ് വ്യാഖ്യാനിക്കുന്നത് കാണാൻ സാധിക്കും. പാറ ക്രിസ്തുവാണെങ്കിൽ മോശ അടിക്കാൻ ഉപയോഗിച്ച വടി എന്തിനെയോ സൂചിപ്പിക്കുന്നുണ്ട്. 2 വ്യാഖ്യാനങ്ങളാണ് പ്രധാനമായും ആ വടിക്കുള്ളത്. ഒന്നാമത്തെ വ്യാഖ്യാനം അത് കർത്താവിൻ്റെ വിശുദ്ധ കുരിശിൻ്റെ പ്രതീകമാണ്. പാറയിൽ നിന്ന് ജലം പുറത്തേക്ക് വരണമെങ്കിൽ അത് അടിക്കപ്പെടണം. ക്രിസ്തുവാകുന്ന പാറയിൽ നിന്ന് ജീവജലം പുറത്തേക്ക് വരണമെങ്കിൽ ആ പാറയും അടിക്കപ്പെടണം. അത് അടിക്കപ്പെട്ടത് മരക്കുരിശാകുന്ന ആ വടി ഉപയോഗിച്ചാണ്. കുരിശ് കർത്താവിൻ്റെ മേൽ പതിച്ചപ്പോഴാണ് കർത്താവിൽ നിന്ന് ലോകത്തെ മുഴുവൻ വിശുദ്ധീകരിക്കുന്ന, ലോകത്തിൻ്റെ പാപങ്ങളെ മുഴുവൻ വിശുദ്ധീകരിച്ച് ദൈവമക്കളെ നീതീകരിക്കുന്ന ജീവജലം പുറത്തേക്ക് വന്നത്. കുരിശാകുന്ന വടിയാൽ ക്രിസ്തുവാകുന്ന പാറമേൽ അടിക്കപ്പെട്ടപ്പോഴാണ്. രണ്ടാമത്തെ വ്യാഖ്യാനം, ആ വടി ന്യായപ്രമാണത്തെ സൂചിപ്പിക്കുന്നു. മോശയുടെ ന്യായപ്രമാണത്തെ, ശിക്ഷാവിധിയെ സൂചിപ്പിക്കുന്നു. മോശയുടെ നിയമപ്രകാരം പാപത്തിൻ്റെ വേതനം മരണമാണ്, ദണ്ഡനമാണ്. എന്നാൽ മനുഷ്യകുലം മുഴുവൻ്റെയും പാപത്തിൻ്റെ ശിക്ഷാദണ്ഡനങ്ങൾ നിഷ്കളങ്കനായ ക്രിസ്തു കുരിശിൽ ഏറ്റുവാങ്ങി. മോശ മരുഭൂമിയിൽ ആ പാറമേൽ അടിച്ചതുപോലെ ന്യായപ്രമാണമാകുന്ന ആ വടി, അതിൻ്റെ ദണ്ഡനങ്ങൾ അത് മുഴുവനും ക്രിസ്തുവാകുന്ന പാറ, നിഷ്കളങ്കനായ പാറ നമുക്ക് വേണ്ടി ഏറ്റുവാങ്ങി. ന്യായപ്രമാണം എന്ന വടി കൊണ്ട് നമുക്ക് കിട്ടേണ്ടതായ ശിക്ഷാവിധി, നമുക്ക് ലഭിക്കേണ്ടതായ ദണ്ഡനങ്ങൾ കർത്താവ് കുരിശിൽ ഏറ്റെടുത്തു. അങ്ങനെ നമ്മെ അവിടുന്ന് സ്വതന്ത്രമാക്കി. നമുക്ക് കിട്ടേണ്ട ശിക്ഷയാണ് കർത്താവ് കുരിശിൽ ഏറ്റെടുത്തത്. നമുക്ക് കിട്ടേണ്ട അടികളാണ് കർത്താവ് കുരിശിൽ, നിഷ്കളങ്കനായ കർത്താവ് കുരിശിൽ ഏറ്റെടുത്തത്. ഇതിനെപ്പറ്റി യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 5-ാമത്തെ വചനത്തിൽ യേശയ്യാ വർഷങ്ങൾക്ക് മുമ്പേ പ്രവചിക്കുന്നുണ്ട്. നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു, അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവൻ്റെ ക്ഷതങ്ങളാൽ നമ്മൾ സൗഖ്യം പ്രാപിച്ചു, അവൻ്റെ അടിപ്പിണരുകളാൽ നമ്മൾ സൗഖ്യം പ്രാപിച്ചു. പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിൽ മരുഭൂമിയിൽ അന്ന് മോശ അടിച്ച ആ പാറ അത് ക്രിസ്തുവിൻ്റെ നിഴലാണ്.
ക്രിസ്തുവിൻ്റെ പ്രതിരൂപമാണ്. അന്ന് മോശ അടിച്ച ആ വടി അത് നമുക്ക് കിട്ടേണ്ടതായ ശിക്ഷാവിധിയുടെ വിധിയുടെ അടയാളമാണ്. മോശ അന്ന് ഉപയോഗിച്ച ആ വടി നമുക്ക് കിട്ടേണ്ട ദണ്ഡനങ്ങൾ കർത്താവ് അത് ഏറ്റെടുത്ത് നമ്മെ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന്, ദണ്ഡനത്തിൽ നിന്ന് കർത്താവ് നമ്മെ സ്വതന്ത്രമാക്കി. അതുകൊണ്ടാണ് യോഹന്നാൻ അപ്പോസ്തലൻ 1-ാം അധ്യായം താൻ എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 2-ാം വചനത്തിൽ ഇങ്ങനെ പറഞ്ഞത്, അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്. നമ്മുടെ മാത്രമല്ല, ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് അവൻ പരിഹാര ബലിയാണ്.